ആൽക്കെയിൻസിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്നത്? ഹാലോ ആൽക്കെയിൻസ് കെമിക്കലി റിയാക്റ്റീവ് ആണോ? ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഹാലോ ആൽക്കെയിൻസിൽ പൊളാറായിട്ടുള്ള CX ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഹാലജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ദിസ് പ്രസൻസ് ഓഫ് polar CX bond, ഹാലോ ആൽക്കെയിൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് പ്രധാനമായിട്ടും കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണ് ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്നത്? ഇവയെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അടുത്തത് എലിമിനേഷൻ റിയാക്ഷൻ, മൂന്നാമത്തേത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്നത്. ഓരോന്നിനെയും പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഹാലോ ആൽക്കെയിൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ടുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ന്യൂക്ലിയോഫൈലിൻ്റെ പ്രസൻസിലാണ്. ദി ന്യൂക്ലിയോഫൈൽ ഇസ് ദ റീസൺ ഫോർ ദിസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ഈ ന്യൂക്ലിയോഫൈൽ? നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയോഫൈൽ ഒരു ഹാലോ ആൽക്കെയിനുമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഹാലോ ആൽക്കെയിനിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പൊളാർ നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഹാലജൻ ആറ്റത്തിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും കാർബണിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനാൽ ഇത്തരത്തിലുള്ള ന്യൂക്ലിയോഫൈൽ എന്താണ് ചെയ്യുക? ന്യൂക്ലിയോഫൈലിന് നെഗറ്റീവ് ചാർജാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയോഫൈൽ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ഹാലജൻ ആറ്റത്തിനെ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ദ carbon atom which is having partial positive charge and it departs the halide ion. ഹാലൈഡ് അയോണിനെ മാറ്റിയിട്ട് അവിടെ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ റിയാക്ഷൻ തുടങ്ങണമെങ്കിൽ ഒരു ന്യൂക്ലിയോഫൈൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈലിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹാലോ ആൽക്കെയിനും അതോടൊപ്പം തന്നെ ഒരു ഹാലൈഡ് അയോണും ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹാലൈഡ് അയോൺ മാറി ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹാലൈഡ് അയോൺ വേർപെട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ന്യൂക്ലിയോഫൈൽസ് എന്താണ്? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് അല്ലേ? ചില ന്യൂക്ലിയോഫൈൽസിൻ്റെ ഉദാഹരണങ്ങളും ശ്രദ്ധിക്കാം. ആദ്യത്തേത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH- അല്ലെങ്കിൽ HO- എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തത് H2O, R-O-. ഇതിൽ ഓക്സിജൻ ആറ്റം ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹാലജൻ ആറ്റംസ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയെ പോലെയുള്ളവയും മാത്രവുമല്ല I- എന്നത് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊന്ന് NH3, R-NH2, CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയനൈഡ് ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നൈട്രൈറ്റ് ഗ്രൂപ്പ്, R-CO- കാർബോക്സിലേറ്റ് ഗ്രൂപ്പ്, H ഹൈഡ്രൈഡ്, അതുപോലെ തന്നെ R-. ഇവയെല്ലാം തന്നെ സാധാരണയായിട്ട് ന്യൂക്ലിയോഫൈലുകളായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. ഹാലോ ആൽക്കെയിൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, ന്യൂക്ലിയോഫൈലും എന്താണെന്ന് പഠിച്ചു. ഈ ന്യൂക്ലിയോഫൈൽസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേം ആണ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. എന്താണ് ഈ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ? The groups which possess 2 nucleophilic centers are known as ambident nucleophiles. ചില ന്യൂക്ലിയോഫൈലുകളിൽ 2 ന്യൂക്ലിയോഫിലിക് സെൻറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ. ഇവയ്ക്ക് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് സയനൈഡ്, അതുപോലെ തന്നെ നൈട്രൈറ്റ്സ്. സയനൈഡും നൈട്രൈറ്റ്സും 2
ന്യൂക്ലിയോഫിലിക് സെൻറ്റേഴ്സ് ഉള്ള ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നു. നമുക്ക് ഓരോന്നിനെയും ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് സയനൈഡ് ഗ്രൂപ്പ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ. സയനൈഡ് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 2 ഐസോമറിക് രൂപത്തിൽ നമുക്ക് സയനൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും നോക്കൂ, ഇത് രണ്ടും സയനൈഡ് അയോണിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സ്ട്രക്ചറിൽ കാർബണിനാണ് നെഗറ്റീവ് ചാർജ്, നൈട്രജന് പോസിറ്റീവ് ചാർജാണ് അല്ലേ. ഇവിടെ നോക്കൂ, കാർബൺ ഇലക്ട്രോൺ റിച്ച് ആണ്, എന്നാൽ നൈട്രജന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ കാർബണും നൈട്രജനും ന്യൂക്ലിയോഫിലിക് സെൻറ്ററുകളായിട്ട് സയനൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇഫ് ദ ലിങ്കിങ് ത്രൂ കാർബൺ ആറ്റം റിസൾട്ടിങ് ആൽക്കൈൽ സയനൈഡ്സ്. ഇവിടെ ന്യൂക്ലിയോഫൈല്, അതായത് സയനൈഡ് എന്ന ന്യൂക്ലിയോഫൈല് അറ്റാച്ച് ചെയ്യുന്നത് സി എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിലൂടെയാണെങ്കിൽ അത് റിസൾട്ട് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ ആൽക്കൈൽ സയനൈഡ്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇഫ് ഇറ്റ് ഈസ് ലിങ്കിങ് ത്രൂ നൈട്രജൻ ആറ്റം ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഐസോസയനൈഡ്. നൈട്രജൻ വഴിയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ ഐസോസയനൈഡ്സ് എന്ന് വിളിക്കുന്നു. അതായത് സയനൈഡ് അയോണുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ 2 തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഒന്ന് ആൽക്കൈൽ സയനൈഡ്, രണ്ടാമത്തേത് ഐസോസയനൈഡ്. അത് ഓർക്കണം. അടുത്ത ആംബിഡൻ ന്യൂക്ലിയോഫൈലാണ് നൈട്രൈറ്റ് അയോൺ. നൈട്രൈറ്റ് NO2- നൈട്രൈറ്റ് അയോൺ. ഈ നൈട്രൈറ്റ് അയോണിനെയും നമുക്ക് ഒരു 2 ഡിഫറെൻറ്റ് പോയിന്റുകളായിട്ട് 2 ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ലിങ്കേജസിൻ്റെ അടിസ്ഥാനത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. NO2- റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ നൈട്രജനും ഓക്സിജനും ന്യൂക്ലിയോഫിലിക് സെൻറ്ററുകളായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനാലാണ് നൈട്രൈറ്റ് അയോണിനെ ഒരു ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. ഇഫ് ദ ലിങ്കേജ് ഈസ് ത്രൂ ഓക്സിജൻ ആറ്റം ഇസ് റിസൾട്ട്സ് എ ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ നൈട്രൈറ്റ്സ്. ഓക്സിജൻ ആറ്റം വഴിയാണ് ഇവിടെ ലിങ്കിങ് നടക്കുകയും പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെയാണ് ആൽക്കൈൽ നൈട്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇഫ് ദ ലിങ്കിങ് ഈസ് ത്രൂ നൈട്രജൻ ആറ്റം ഇറ്റ്സ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് നൈട്രോ ആൽക്കെയിൻസ്. അതായത് നൈട്രൈറ്റ് അയോൺ എന്ന ന്യൂക്ലിയോഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് നടത്തിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പ്രൊഡക്ട്സ് ഇവിടെയും ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? ആൽക്കൈൽ നൈട്രൈറ്റ്സും അതുപോലെ തന്നെ നൈട്രോ ആൽക്കെയിൻസും. ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയോഫൈലിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഈ റിയാക്ഷൻ്റെ മെക്കാനിസമാണ്, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക. പ്രധാനമായിട്ടും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 വ്യത്യസ്ത മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. അവ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ മെക്കാനിസം. ഇവിടെ നോക്കൂ, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം? ഇതിനെ SN2 മെക്കാനിസം അല്ലെങ്കിൽ SN2 റിയാക്ഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ, ബൈമോളിക്കുലാറിനെ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് SN2. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. യൂണിമോളിക്കുലാർ മീൻസ് 1, അതുകൊണ്ടാണ് SN1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം നടക്കുന്നത് 2 തരത്തിലാണ്, ത്രൂ SN2 ആൻഡ് ത്രൂ SN1. രണ്ടിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം.